എൻ്റെ മോനെ ഇതാണല്ലേ ആ സാധനം, രക്ഷയില്ലട്ട. ഇവിടെ വെറൈറ്റി ചായകളും കിട്ടും ഗൈസ്. സ്പെഷ്യൽ മസാല ചായയാണ് ഈ പാക്കറ്റ്. അങ്ങനെ ഹാലിബീഡിൽ നിന്ന് തിരിച്ചതിന് ശേഷം പിന്നെ ഒരു ഫുഡ് കഴിച്ച് മടങ്ങുകയാണ്. ഇനി ശ്രാവണബലകളിലേക്കാണ് അടുത്ത യാത്ര. അങ്ങനെ റോഡ് പിടിക്കാം. അങ്ങനെ ബേലൂരിൽ നിന്ന് തിരിച്ചു ഇപ്പോൾ ഹാസനിലേക്ക് പോവാണ്, ഔട്ടർ റിംഗ് റോഡ് വഴി. ഇവിടെ നിന്ന് നേരെ ഇനി ശ്രാവണബലകളെയാണ് പിടിക്കാൻ പോണത്. നല്ല റോഡാണ്, സൈഡൊക്കെ നല്ല വൃത്തിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന വൈറ്റ് ബിൽഡിങ്സൊക്കെ ഹാസൻ്റെ ഔട്ട്സ്കേർട്സിൽ നിന്ന് കാണുന്ന വ്യൂസാണ്. സിറ്റിയിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ പോയാൽ നമ്മൾ ഹാസൻ കോർപ്പറേഷൻ അങ്ങനെ കവർ ചെയ്യുന്നതാണ്. അവിടെ കണ്ടില്ലേ കുറേ തുരുതുരാന്ന് വെള്ള അതൊക്കെയാണ് ഹാസൻ സിറ്റി. അവിടെ കുറേ സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഹമ്പാണ് ഇടങ്ങേറ്. ഇടയ്ക്കിടയ്ക്ക് ഹമ്പുണ്ട് ഫോർ സേഫ്റ്റി റീസൺ. നമ്മുടെ നാട്ടിലെ റോഡിൽ മാത്രമേ ഇങ്ങനെ പഠിപ്പിച്ച് ഹമ്പില്ലാത്തുള്ളൂ. ബാക്കി ഒരുവിധം സ്റ്റേറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കിനി ശ്രാവണബലകുള വരെ പോകണം. അങ്ങ് ദൂരെ കാണുന്ന സിറ്റികളിലെന്ന് പറഞ്ഞാൽ ഹസനാണ്. നമ്മുടെ നാട്ടിൽ അതേ ഒരു ടെറൈനാണ് കാണുന്നത്. റോഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുണ്ടും കുഴിയൊക്കെ വന്നല്ലോ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ അതേ ടെറൈൻ തന്നെയാണ് കാണുന്നത്. പച്ചപ്പും പിന്നെ മണ്ണിൻ്റെ കളർ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. ഇവിടെ അതേപോലെ നാളികേരത്തിൻ്റെ കൃഷിയൊക്കെ നന്നായിട്ടുണ്ട്. വിശാലമായി കിടക്കുന്ന ഏരിയകളാണ്. ഇനിയും ഫർദർ ഡെവലപ്മെൻറ്റുള്ള നല്ല സ്കോപ്പുണ്ട്. ഒരു സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് സാധ്യത എന്ന് കണ്ടറിയുന്ന മുതലാളിമാർക്ക് കറക്റ്റ് പ്ലേസാണ്. അത് അടുത്ത ഭാഗത്ത് കണ്ടില്ലേ നിങ്ങൾ, കുറേ തെങ്ങും തോപ്പുകളൊക്കെ. ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റി ആയാലും ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സാണ് ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി എത്തി. 2000 രൂപയ്ക്ക് പെട്രോൾ വീശി. ഇവിടെ നായാരയിൽ ഓഫറുണ്ട്. ലിറ്ററിന് 2 റുപ്യ വെച്ച് കുറയും. 600 രൂപയുടെ മേലെ പെട്രോൾ അടിച്ചാൽ. സോ നമ്മൾ നോക്കിയില്ല, നായാരയിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളാണ് അടിച്ചു. എയർ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ചെക്ക് ചെയ്തിട്ട് നേരെ വിടാച്ചിട്ടാണ്. അങ്ങനെ ഹാസനിലെത്തി. ഇതാണ് ഹാസൻ സിറ്റി. ഇനി ഇവിടെ നിന്നും കുറച്ച് പോകാണ്ട് ശ്രാവണബലകളിലേക്ക്. അങ്ങനെ മൈസൂരു ബാംഗ്ലൂർ ഹൈവേയിലെത്തി. ഈ റോഡ് നേരെ ബാംഗ്ലൂരിലേക്കാണ്. നമുക്ക് ശ്രാവണബലകളിലേക്കാണ് പോകേണ്ടത്. ഒരു 46 കിലോമീറ്റർ അറൗണ്ട് ഉണ്ടാവും ശ്രാവണബലകളിലേക്ക്. ഹൈവേ വെച്ചിട്ട് ഒരു 30 കിലോമീറ്റർ കൂടിയും പോകാനുണ്ടാവും. അവിടെ നേരെ റൈറ്റാണ്. റോഡ് നല്ല സൂപ്പർ റോഡാണ്. 100-110 പറപ്പിച്ച് പോയാൽ മതി, ലൊക്കേഷനിലെത്തും. ഈ ഏരിയ എത്തിയപ്പോൾ വേറെ തന്നെ ഒരു ടെറൈനായിരുന്നു. ഫുള്ള് മരങ്ങളൊക്കെ വേറെ തന്നെ ഒരു രൂപം. നീളം കൂടിയിട്ട് മെലിഞ്ഞ ഉണങ്ങിയ മരങ്ങൾ പോലത്തെ. ഓരോ കാലാവസ്ഥയിൽ പല സ്വഭാവങ്ങൾ കാണിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും റോഡും സൈഡിലെ വ്യൂസൊക്കെ നല്ല വ്യൂ ആയിരുന്നു. കാലാവസ്ഥ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല വൈബായിരിക്കും. റൈഡ് ചെയ്യാനായാലും ക്ലൈമറ്റിക്ക് ഒക്കെ ബെറ്റർ ആയിരിക്കും. പിന്നെയും തെങ്ങും തോപ്പുകൾ പിന്നെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 80-ലൊക്കെയാണ് പോകുന്നത് ഇപ്പോൾ. ഇനി ഒരു അരമണിക്കൂറും കൂടിയും കഴിഞ്ഞാൽ ശ്രാവണബലകൾ എത്തും. ഹിസ്റ്റോറിക്കലി നല്ല അത്ഭുതമുള്ളൊരു ടെമ്പിളാണ് ശ്രാവണബലകുള. ഒന്ന് മെയിൻ എന്താ വെച്ചാൽ സിംഗിൾ മോണോലിത്തിക് സ്റ്റോൺ ഉണ്ടാക്കിയ പ്രതിമയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ കാവ്ഡ് മോണോലിത്തിക് സ്റ്റോൺ, അതായത് ഒറ്റക്കൽ ശില്പം. അതിൻ്റെ ഫോട്ടോസ് തന്നെ നമുക്ക് കാണാം. അതിൻ്റെ ഫ്രഷ്നെസ് പോയിട്ടേ ഇല്ല. 1000 കൊല്ലത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ടെന്ന് ആലോചിക്കണം. കാണാൻ പോണ പൂരം പറഞ്ഞു കേൾപ്പിക്കണ്ടല്ലോ. അങ്ങനെ ഒരു ടോൾ ബൂത്തിലെത്തി. പെട്ടെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചു എന്താ അത് അടയാത്തതെന്ന്. പക്ഷേ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. ടോൾ അറൗണ്ട് 60 റുപ്യേൻ്റെ അടുത്താണ് ഇപ്പോൾ ഇതിന് കൊടുത്തത്. ടോൾ ഒട്ടാകെ കൂട്ടിയാൽ തന്നെ ഏകദേശം 50 റുപ്യേൻ്റെ അടുത്തെങ്കിലും ആവാൻ തിരിച്ചു തോന്നുന്നുണ്ട് നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും. അതേപോലെ റോഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നടുവിൽ കുറേ ചെടികൾ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ടൈമുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നും. കാരണം നൈറ്റൊക്കെ തിരിച്ചു വരുന്ന വണ്ടീൻ്റെ ഹൈ ബീം അടിക്കാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്രാവണബലകളിലേക്കുള്ള റോഡിലേക്ക് കയറി.
നമ്മൾ ആ മെയിൻ ബാംഗ്ലൂർ റൂട്ടിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കയറി അങ്ങ് ദൂരെ കാണുന്ന മലയുടെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ക്ലോസിങ് ടൈം ഒരു 6:30 പറയുന്നത്. നമ്മളിപ്പോൾ അറൗണ്ട് ഒരു 5:45 ആയിട്ടുണ്ട് എത്തുമ്പോഴത്തേക്കും. എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകണ അതേ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് ഇവിടെ. മരങ്ങളായാലും കാലാവസ്ഥയായാലും എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട്. വേറെ നാടിൽ നിന്ന് മാറിപ്പോയൊരു ഫീലിംഗ് ഇല്ല. ഇവിടുന്ന് റൈറ്റിലേക്കും കൂടി ഒരു റോഡ് പറയുന്നുണ്ട്. മാപ്പ് പറയുന്ന റൈറ്റിലേക്കാണ്, സ്ട്രൈറ്റ് പോകാനും പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ PWD ബോർഡ് പ്രകാരം സ്ട്രൈറ്റ് പോകാൻ പറഞ്ഞുകൊണ്ട് സ്ട്രൈറ്റ് തന്നെ പോവുകയാണ്. സ്ട്രൈറ്റ് പോയിട്ട് അടുത്ത റൈറ്റ് എടുക്കുക വെച്ചിട്ടാണ്. മാപ്പ് പോയിട്ട് ചില റോഡുകൾ പറ്റ അബദ്ധമായിട്ടുണ്ട്. സോ ഗൂഗിൾ മാപ്പ് പ്രകാരമുള്ള റോഡിൻ്റെ കണ്ടീഷൻ എന്താണെന്നറിയില്ല. ഷോർട്ടസ്റ്റ് ആയിരിക്കും, പക്ഷേ റോഡ് കണ്ടീഷൻ മോശമാകുമെന്നുള്ള ഒരു പേടി കാരണമാണ് അങ്ങോട്ട് തിരിയാത്തത്. അങ്ങനെ ശ്രാവണബലകളുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ആ റൈറ്റ് സൈഡ് കാണുന്നത് ഒരു കുളമാണ്. നമുക്കിനി ഇവിടുന്ന് തിരിഞ്ഞ് നേരെ പാർക്കിംഗ് ലോട്ടിലേക്ക് പോകണം. ചില സ്ഥലത്ത് പാർക്കിംഗ് ഒക്കെ ഭയങ്കര അവസ്ഥയായിരിക്കും, നോക്കാൻ എന്താ സംഭവം എന്ന്. ആ നേരെ കാണുന്ന മലേൻ്റെ മേലേക്കാണ് നമുക്ക് കയറേണ്ടത്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് വരുമ്പോഴേ നമുക്ക് ആ സ്റ്റാച്ചു കാണാൻ പറ്റുന്നു, പക്ഷേ കാണുന്നില്ല. കുറച്ചങ്ങ് ദൂരെയാണ് ചെറിയൊരു പൊട്ടുപോലെ അതിൻ്റെ തല ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും കാണുന്നില്ല. അമ്പലത്തിൻ്റെ ആ ഒരു മതിലുണ്ടൊക്കെ കവേർഡ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അത്ര തിരക്കില്ല, ക്ലോസിങ് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പൊതുവേ സീസണിലല്ല നമ്മൾ വരുന്നത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. 50 ഉറുപ്പ്യ കൊടുത്തു ഗൈസ്. ഈ സൈഡിൽ ഇതുപോലെ പാർക്ക് ചെയ്യാനാണ് 50 ഉറുപ്പ്യ കൊടുത്തിരിക്കണേ. എന്തായാലും കുഴപ്പമില്ല, സേഫായിട്ടൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വലത്ത് ഭാഗത്ത് കാണുന്ന ഷോപ്പുകൾ മൊത്തം ജൈൻസിൻ്റെയാണ്. ശ്രാവണബലകുള എന്ന് പറയുന്നത് തന്നെ ജൈൻ ടെമ്പിൾ ആണല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ടീമിനവിടെ കാണുന്നത്. പല ടൈപ്പ് ജൈനിസം ഉണ്ട്. അതിൽ ഇവിടെ ഗോമതേശ്വര സ്റ്റാച്ചു ആണ് ശരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഗോമതേശ്വര സ്റ്റാച്ചു, അതുപോലെ കുറേ തീർത്ഥങ്കരാസ് ഉണ്ട്. എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. എന്തായാലും ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറേ വിഗ്രഹങ്ങൾ കാണുന്നുണ്ട്. അത്രയും തീർത്ഥങ്കരർ ഒരു തീർത്ഥങ്കരനാണ് ഈ ഗോമതേശ്വര. അപ്പോൾ ആ ഗോമതേശ്വരൻ്റെ സ്റ്റാച്ചു ആണ് ശ്രാവണബലകുളനെ ഇത്രയും അട്രാക്റ്റീവ് ആക്കിയത്. അത്രയും ഹൈറ്റുള്ള സ്റ്റാച്ചു. അറൗണ്ട് ഒരു 10-17 മീറ്റർ ഉയരം കാണുന്ന സ്റ്റാച്ചുവിന്. ഈ അടുത്ത ഭാഗത്ത് കാണുന്നത് ഒരു കുളമാണ്. അവിടെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കുളമാണ്. അവർക്ക് അതിൻ്റെ കാര്യങ്ങൾക്കും പിന്നെ പൂജേൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ടെമ്പിൾ യൂസ് ചെയ്യുന്ന കുളമാണത്. അതാണ് എൻട്രൻസ്. വേറെ ഒരു സംഭവം എന്താ വെച്ചാൽ ഇവിടെ എവിടെ നോക്കിയാലും ചക്ക കിട്ടാണ്ട്. ഈ ഏരിയയിൽ ചക്ക കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. ചുളയ്ക്ക് വലിയൊരു ടേസ്റ്റ് ഇല്ല. വീഡിയോഗ്രാഫി ആൻഡ് ട്രൈപോഡ് യൂസ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അങ്ങനെ മൂപ്പരെ കണ്ടു. ഇതാണ് ഗോമതേശ്വര സ്റ്റാച്ചു, അല്ലെങ്കിൽ ബാഹുബലി എന്നറിയപ്പെടുന്നു. ഇവർ ഈ വിഗ്രഹത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. സിംഗിൾ സ്റ്റോൺ ഗ്രാനൈറ്റ് ആണിത്. ഗ്രാനൈറ്റിൽ തീർത്താണ്. അറൗണ്ട് 17 മീറ്റർ ഇൻ ഹൈറ്റ്. വാട്ട് എ വണ്ടർ അല്ലേ. അതിൻ്റെ കണ്ണുകളുടെയൊക്കെ പെർഫെക്ഷൻ വളരെ അത്ഭുതം തന്നെയാണ്. സിംഗിൾ സ്റ്റോൺ ഗ്രാനൈറ്റിലാണ് ഇത് കൊത്തിയത്. മോണോലിത്തിക് സ്ട്രക്ചർ എന്നതിന് പറയുക. ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ മോണോലിത്തിക് സ്ട്രക്ചറാണ്. 12 വർഷത്തിലൊരിക്കൽ മഹാമസ്തഭിഷേക എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. 2018 ലാസ്റ്റ് നടന്നത്. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ഏറ്റവും മുന്നിൽ. ഇത് വിന്ധ്യാഗിരി പർവ്വതത്തിൻ്റെ മേലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രാവണബലകളിൽ 2 പർവ്വതങ്ങളുണ്ട്, വിന്ധ്യാഗിരിയും സഹ്യാദ്രിയും. അങ്ങനെ ഇനി ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. സമയം അറൗണ്ട് 6:30 അടുത്തായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പടികൾ ഇറങ്ങി തുടങ്ങി. ഇനി തിരിച്ച് താഴത്തേക്ക് ഇറങ്ങണം. അതും ചില്ലറ ടാസ്ക്കൊന്നുമല്ല. നല്ല ടയർഡാണ്. ഓടി കയറിയതാണ്, ലേറ്റാവും വിചാരിച്ചിട്ട്. മെല്ലെ കയറിയാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫുള്ള് മലകളാണ്, പാറക്കഷ്ണങ്ങളും വലിയ പാറകളും ഒക്കെയാണ് സൈഡിലൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങളിനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെയും ഇതിപ്പോൾ വേറൊരു ഗോപുരത്തിൽ കൂടെ കടന്നു പോവാണ്. 2-3 ഗോപുരങ്ങൾ കടന്നു പോകാനുണ്ട്.
981 CE ആ വിഗ്രഹം ഉണ്ടാക്കിയത്. അതാണ് ആ ഗോപുരത്തിൻ്റെ വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ തിരിഞ്ഞാൽ കറക്റ്റ് എക്സാക്ട്ലി. വർക്ക് നല്ല ക്രാഫ്റ്റഡ് വർക്കാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും നന്നായിട്ട് വർക്ക് എടുക്കാൻ വേറെ ആൾക്കാരുണ്ടോയെന്നറിയില്ല. അങ്ങനെ നൈറ്റ് വ്യൂ കറക്റ്റ് കാണാം. നല്ല ഗോൾഡൻ ലൈറ്റ്സും താഴത്ത് പട്ടണത്തിൻ്റെ ലൈറ്റൊക്കെ പടയിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് ആ അമ്പലത്തിൻ്റെ താഴെ കാണുന്ന അമ്പലത്തിൻ്റെ കുളവും കാര്യങ്ങളൊക്കെ കുറച്ച് റിഫ്ലക്ഷൻ കാണാം. ബാക്കി ആ കോർ ലൈറ്റ്സൊക്കെ കാണുന്ന സിറ്റിയാണ് ശ്രാവണബെലഗോള. ഈ ടെമ്പിൾ കാരണമാണ് ആ നഗരം അങ്ങനെ ഡെവലപ്പായതെന്ന് ഉറപ്പിക്കാം നമുക്ക്. 600 സ്റ്റെപ്പുകളറ്റുണ്ട് ഒട്ടാകെ. അങ്ങനെ കൈ പിടിച്ച് ഇറങ്ങാനൊക്കെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഒരു കേബിൾ കാർ സൗകര്യം കൂടി കൊടുക്കണം എന്ന് ഞാൻ ആശിച്ചു. അങ്ങനെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് കണ്ടു, മുംബൈ ചായ് ആൻഡ് സ്നാക്സ്. ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്, എങ്ങനെയുണ്ട് നോക്കാം. കയറുമ്പോൾ തന്നെ ആ ഒരു ലൈവ് വൈബ് അടിപൊളിയാണ്. ചായ് ടൈം എനി ടൈം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബോംബെ ബർഗർ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കയറിയതാണ്. ബോംബെ ഐറ്റംസ് കംപ്ലീറ്റ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. അതിൻ്റെ അടുത്ത് തന്നെ ശ്രാവണബെലഗോളൻ്റെ ഒരു മുംബൈ ചായ പറഞ്ഞു, അല്ല ഒരു ഗുദ്വാലി ചായ പറഞ്ഞു, ഒരു മസാല ചായ പറഞ്ഞു, ഒരു അദ്രക് വാലി ചായ പറഞ്ഞു. എങ്ങനെയുണ്ട് നോക്കാം. ഫുള്ള് ടയേർഡാണ്. എത്ര 600 ചില്ലാന സ്റ്റെപ്പ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. അത് കയറി 123 മീറ്റർ ഹൈറ്റ് ഉണ്ട് ആ മലയ്ക്ക്. അതിൻ്റെ ഹൈറ്റ് കയറി താഴത്തേക്ക് ഇറങ്ങി. ഓ, ചൂടില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വെയിറ്റിംഗ് ഫോർ ചായ്. വേറെന്താ കഴിക്കുക? ഇവിടെ കുറേ വെറൈറ്റി ഓഫ് ചായൻ്റെ പാക്കറ്റ് കിട്ടുന്നുണ്ട്. ചായപ്പൊടി സ്പെഷ്യൽ മസാല ചായയാണ് ഈ പാക്കറ്റ്. പിന്നെന്താണ്, അദ്രക് വാലി ചായ ഉണ്ട്, ഏലാച്ചി സൗൻഫ് ചായ്, പിന്നെന്താണ് മുംബൈ കട്ടിങ് ചായ്. നൈസ്. അപ്പം ഇങ്ങനത്തെ വല്ല ചായ ഇഷ്ടപ്പെട്ട് നമുക്ക് ആ പാക്കറ്റ് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചില ചായപ്പൊടിക്ക് നല്ല വേവ് ഉണ്ടാകും, കുറച്ച് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്യാനുണ്ടാവും. അങ്ങനെ ഞാനൊരു സ്പെഷ്യൽ മസാല ചായ വാങ്ങി. ടോപ്പ് നോച്ച് സാധനം. ആവോ ഇവന് വീഡിയോ വരാൻ ഭയങ്കര നാണാണ്, അതുകൊണ്ട് വരുന്നില്ല. ये लोग बनाता है, अच्छा है, सबसे अच्छा है चाय, कोई डाउट नहीं है. മസാല ചായ अच्छा है. വീട്ടിൽ നമ്മൾ പല ടൈപ്പായിട്ട് ഉണ്ടാക്കി വെക്കും, പക്ഷേ ഈ ഫ്ലേവർ കിട്ടുന്നില്ല കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് വരണേ. അച്ഛാ മേ ക്രിക്കറ്റ് ഫാൻ നെയ്യ്. എല്ലാവരും ഇവിടെ ശ്രാവണബെലഗോള വരികയാണെങ്കിൽ ഈ ഷോപ്പ് വരാൻ മറക്കരുത്. ചായ നിങ്ങൾ ഇങ്ങനത്തെ ചായ കുടിച്ചിട്ടുണ്ടോ അറിയില്ല, പക്ഷെ ഇവിടെ വന്നത് ട്രൈ ചെയ്യുക അറ്റ്ലീസ്റ്റ്. ഓക്കെ. മെനു കാർഡൊക്കെ ഒരു തന്നിട്ടുണ്ട്. ഇതിൽ പല ഐറ്റംസും ഉണ്ട്. ഹോട്ട് വിത്ത് മിൽക്ക്, സാൻഡ്വിച്ച്, വടാപ്പാവ് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ വിശപ്പ് തീരെ ഇല്ല, അതുകൊണ്ട് വടാപ്പാവ് ട്രൈ ചെയ്തിട്ടില്ല. ചായ എന്തായാലും ഉഷാറായ സ്ഥിതിക്ക് വടാപ്പാവ് അടിപൊളിയാവാനേ സാധ്യതയുള്ളൂ. ഐസ്ക്രീം എന്തായാലും വരെ വടാപ്പാവും ചായയും ട്രൈ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ മസാല ചായ വാങ്ങിച്ചു. ഈ ഫ്ലേവർ വീട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുമോ നോക്കട്ടെ. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ എഴുതിയിരിക്കണോ, BKS അയ്യങ്കാർ മൈസൂരിയൻ ഹോം മെയ്ഡ് സ്പ്രൗട്ട്. ഇത് മൈസൂരിൽ നിന്ന് മാർക്കറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ബർത്ത്ഡേ ഹോളോ? ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം ഉണ്ട്. എന്താണ്? സിപ്പ് ലൈറ്റ് നെയ്യ്. ഇത് बर्थडे हॉल ആണ്. बर्थडे पार्टी कर रहे हैं इसमें? अच्छा, क्या स्पेशल क्या है इसमें? बर्थडे पार्टी करके अच्छा അങ്ങനെ. ആ, സെലിബ്രേഷൻ. ഒരു ചെറിയ ബർത്ത്ഡേ ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷൂട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വൈബായിട്ടുള്ള സ്ഥലങ്ങൾ, ചെറിയൊരു സെറ്റപ്പ് ആയിട്ട്. इसका अंदर नहीं है ना, इतना है. अच्छा, ये ऐसा चाय वाला बनाने के लिए क्या ऐसा सोच रहे कि तू मुंबई में जाके स्टडी किया और क्या ऐसा? मैं अच्छा, ओ आइडिया था खोलने के लिए, हाँ वो बना दिया. अच्छा, अच्छा है, फूड अच्छा है, गुड. हिंदी मालूम है ना? हिंदी नहीं, थोड़ा थोड़ा फूड गुड. कथक, हाँ. केरल से आ रहे, कमिंग फ्रॉम केरला. हाँ, वेलकम.
അങ്ങനെ ചായ കുടിച്ചു മക്കളെ. സൂപ്പർ ചായ. ബൈ ബൈ. നമ്മളെ ഗോമതേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ വിന്ധ്യാഗിരി മഹാദേവർ ടെമ്പിളിൻ്റെ, അതായത് നമ്മളെ ശ്രാവണബലകുല ടെമ്പിളിൻ്റെ നേരെ അടുത്തുണ്ട്. നമ്മളെ ചായക്കടയിലാണ് മുംബൈ ചായ് ആൻഡ് സ്നാക്സ്.